ഹായ് ഗായ്സ്, വെൽക്കം ടു ഡൗട്ട് ഡൂഡ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫിസിക്സ് 10th ചാപ്റ്റർ 1 ആണ്, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പം ഇന്നലെ നമ്മൾ ബേസിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ബേസിക്സ് അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് ഈ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ബേസിക്സ് അറിയാമെങ്കിൽ നമുക്ക് വീഡിയോ തുടരാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അതിൽ ഫസ്റ്റ് വൺ, heating effect of electric current. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നിട്ടുള്ള വാട്ടർ ഹീറ്റർ, പിന്നെ അയൺ ബോക്സ്, സോൾഡറിങ്, ഇതൊക്കെ എന്താണ്, ഹീറ്റ് ഇലക്ട്രിക് എനർജീനെ ഹീറ്റ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഹീറ്റ് ആകുന്നത്? നമുക്കറിയാം, ഏതൊരു മെറ്റീരിയൽ എടുത്താലും അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു നിക്രോം വയറിന്റെ ഒരു സർക്യൂട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു നിക്രോം വയറിന്റെ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് എപ്പോഴും ക്ലോസ്ഡ് ആയാൽ മാത്രമേ കറണ്ട് പോകുള്ളൂ. ഇപ്പോൾ സ്വിച്ച് ഓപ്പൺ ആണ്. ഈ സ്വിച്ച് ഓപ്പൺ മാറ്റി നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു കറണ്ട് പോകും. നമുക്കറിയാം, നിക്രോം വയറിൽ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. ഹൈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ കറണ്ടിനെ പാസ് ചെയ്യുന്ന സമയത്ത് ചൂടാകും. ഇതെങ്ങനെ ചൂടാകുന്നല്ല, നമ്മളിപ്പം കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ്, അങ്ങനെയുള്ള സമയത്ത് ആരെങ്കിലും വന്ന് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചൂടാവും. അതേപോലെ റെസിസ്റ്റൻസ് കൂടുതലുള്ള ആൾക്കാർക്ക് എന്താവും, കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ചൂടാവും. അപ്പം ഈ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം, ഒരു ഇലക്ട്രിക്കലി വർക്ക് ഡൺ എന്ന് പറയുന്നത് ബി ഇൻറ്റു ക്യൂ ആണ്. അതായത് വോൾട്ടേജ് ഇൻറ്റു ചാർജ്. എത്ര ചാർജാണോ ആ വർക്ക് ഡൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതാണ് നമ്മുടെ വർക്ക് ഡൺ. ഇനി ഇത് തന്നെയാണ് നമ്മുടെ ഹീറ്റും. ഹീറ്റാണ് നമ്മളിവിടെ വർക്ക് ഡൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഹീറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ. ഇനി നമ്മൾ ഓംസ് ലോയിൽ അറിയാം, വി ഈസ് ഈക്വൽ ടു എന്താണ്, ഐ ആർ ആണ്. പിന്നെ ക്യൂവിൻ്റെ ഇക്വേഷൻ നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷനിൽ നിന്ന് കിട്ടും. അതായത് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടീനെ നമ്മൾ റീ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 3. ഇനി ഈ 3യും 2ഉം നമ്മൾ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എച്ചിന്റെ ഇക്വേഷൻ എന്ത് കിട്ടും? എച്ച് ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു ഐ ആർ ഇൻറ്റു Q is equal to IT. അപ്പോൾ I into I square into R into T. ഇതാണ് നമ്മുടെ Hന്റെ ഇക്വേഷൻ. H is equal to I square RT. അപ്പൊ H എങ്ങനെയെല്ലാം എന്തിനോടെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? I കറണ്ടുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സ്ക്വയർ ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എത്ര ടൈം ഈ കറണ്ട് പാസ് ചെയ്യുന്നുള്ളത് ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അപ്പം ഹീറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ആസ് വെൽ ആസ് ടൈം. അപ്പം ഈ ഹീറ്റിന്റെ ഇക്വേഷൻ നമുക്ക് എപ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് പ്രോബ്ലത്തിൽ കിട്ടണമെന്നില്ല. ഓരോ വാല്യൂസ് അപ്പുറപ്പുറമൊക്കെ മാറിയിട്ട് കിട്ടാം. അതായത് ഇപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇക്വേഷൻ ചിലപ്പം ക്വസ്റ്റ്യനിൽ തരുമ്പോൾ ഹീറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടാവും. അതിൽ കറണ്ട് ഉണ്ടാവില്ല, ചിലപ്പോൾ വോൾട്ടേജ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പം എന്ത് ചെയ്യും? അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് പല ഇക്വേഷൻസ് ഉണ്ടാക്കാം. നമുക്കറിയാം, ഇതിനെ റീ ഓർഡർ ചെയ്തെടുക്കാം. അതായത് എച്ച് ഈസ് ഈക്വൽ ടു ഐ ആർ ഇൻറ്റു ഐ ഇൻറ്റു ടി എന്ന് എഴുതാം. ഐ സ്ക്വയറിന് അപ്പുറപ്പുറം മാറ്റി എഴുതി, ഐ ഇൻറ്റു ഐ എന്ന് എഴുതി, ഇത്രേ ഉള്ളൂ. ഈ ഐ ആർ എന്താണ്? ഐ ആർ എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്, വി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വി ഐ ടി. ഈ ഇക്വേഷൻ കിട്ടിയത് നമുക്ക് ഇതേ ഇക്വേഷനിൽ നിന്ന് തന്നെയാണ്, എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പോൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് റെസിസ്റ്റൻസ് പ്രോബ്ലത്തിൽ തന്നിട്ടില്ലെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു ഇക്വേഷൻ നോക്കാം. ഇപ്പം എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി കിട്ടിയില്ല നമുക്ക്. ഇനി അതിനകത്തുനിന്ന് ഐന്റെ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. നമുക്കറിയാം, വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്. അപ്പം ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ അല്ലേ.
ഇതിനെ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? H is equal to V into B by R into T എന്ന് കിട്ടും. അതായത് H is equal to B square T by R. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ഇതിൽ നിന്ന് കിട്ടി, വേറൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് 3 ഇക്വേഷനായി. ഇനി ഇതും തന്നിട്ടില്ലാന്ന് വിചാരിക്കാം. നമുക്കിപ്പം ഐ ഇല്ലാത്ത സമയത്ത് ഇത് യൂസ് ചെയ്യാം, ആർ ഇല്ലാത്ത സമയത്ത് ഇത് യൂസ് ചെയ്യാം, വി ഇല്ലാത്ത സമയത്ത് ഇത് യൂസ് ചെയ്യാം. ഇനി വിയും തന്നിട്ടില്ല ഐയും തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. നമുക്കറിയാം H is equal to VIT എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അതിൽ പവറിന്റെ ഇക്വേഷൻ എന്താ? പവർ is equal to V into I ആണ്. അപ്പൊ നമുക്ക് ഈ വി അതിന് പകരം പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? H is equal to PT, അതായത് പവർ ഇൻറ്റു ടൈം ഓഫ് പവർ ഇറ്റ് ഈസ് അപ്ലൈഡ്. അപ്പോൾ നമുക്ക് എത്ര ഇക്വേഷൻ ആയി? 1, 2, 3, 4. അപ്പൊ ഏത് രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച 4 ഇക്വേഷൻസ് ഉണ്ട്. ഇനി നമുക്കിവിടെ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് റെസിസ്റ്റൻസ് 200 ഓം, കറണ്ട് 0.2 ആംപിയർ, ടൈം 5 minutes. ഇനി നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഹീറ്റ് ആണ്. ഹീറ്റിന്റെ ഇക്വേഷൻ H is equal to, ഇനി ഏത് ഇക്വേഷൻ സെലക്ട് ചെയ്യാൻ പറ്റും നോക്കാം. RIT തന്നിട്ടുള്ള ഇതിൽ ഏത് ഇക്വേഷൻ ആണ് സെലക്ട് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ H is equal to I square RT. ഈ ഇക്വേഷൻ സെലക്ട് ചെയ്യാം. ഇനി ഇതിൽ ഓരോ എലമെന്റ്സ്, ഓരോ വേരിയബിൾസിന്റെയും വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐന്റെ വാല്യൂ 0.2, അപ്പോൾ 0.2 സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് 200 ഓം, 200 ഇൻറ്റു ടി. ടൈം 5 minutes ആണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടൈം സെക്കൻഡ്സിലാണ് ആവശ്യമുള്ളത്. അപ്പോൾ 1 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 60 seconds ഉണ്ട്. അപ്പൊ 5 minutes എത്ര സെക്കൻഡ്സ് ഉണ്ടാവും? 5 into 60. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര കിട്ടും? 0.2 സ്ക്വയർ എന്ന് പറയുന്നത് 0.04 into 200 into 5, 1000 into 60, 60,000. അപ്പോ 2 വാല്യൂസ് കട്ട് ആവും. അപ്പോ 600 into 4 equal to 2400 joules. ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾസ് ആണ്. ഓക്കെ, അപ്പം വേറൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് വോൾട്ടേജ്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം ആണ്. ഇത് മൂന്നും തന്നിട്ട് നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിൽ ഏത് ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും? വി, ആർ ആൻഡ് ടി ആണ് തന്നിട്ടുള്ളത്. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. H is equal to V square T by R. V square T by R. ഇനി ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിന്റെ വാല്യൂ 230 സ്ക്വയർ അഥവാ 230 into 230 into ടൈം 3 minutes. 3 minutes എന്ന് പറയുമ്പോൾ 3 into 60 seconds ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 920 ഓം. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 230 എന്ന് പറയുന്നത് 920 എന്ന് പറയുന്നത് 230ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 4 times 230s are 920. അപ്പോൾ 230 ക്യാൻസൽ ആയി പോയി. സിമ്പിൾ ആയി ഇക്വേഷൻസ് ഒക്കെ. ഇനി 4 നമുക്ക് 60 കഴിഞ്ഞാൽ 15 times ആയി. ഓക്കെ, ഇനി 3 15s are 45. അപ്പോൾ 230 into 45 ഇക്വേഷൻ എത്തി. നമുക്കിത് 0 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 45 into 23, അതായത് 3 5s are 15, 1 3 4s are 12, 13, then 2 5s are 10, 1 2 4s are 8, 9, 1 3 10. പിന്നെ 230 ഒരു 0 കൂടി ഉണ്ടാവും. അപ്പോൾ 10350, അതായത് 10,350 ജൂൾസ് ആണ് നമ്മുടെ ഹീറ്റ്. അപ്പൊ ഇതിൽ എപ്പോഴും നമ്മൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഓക്കെ, ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക്
വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാനിന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോ പെട്ടെന്ന് കാണാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.